പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ റെസിപ്പി കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു നല്ലപോലെ പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പഴുത്തിട്ടുള്ള പഴം വേണ്ടിട്ടതിനായിട്ട് എടുക്കാൻ. ഇനി ഇതാ എടുത്തിട്ടുള്ള പഴം തൊലിയൊക്കെ കളഞ്ഞതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കട്ടോ. പഴം നമുക്ക് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. പഴം ഇതുപോലെ ഒന്ന് കളർ മാറി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം അവിൽ ചേർത്ത് കൊടുക്കാം. അവലും ചെറുതായിട്ട് നമുക്ക് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അവലും പഴമൊക്കെ ഒന്നങ്ങ് മിക്സായി കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ഒരച്ച ശർക്കര ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. അവിലും പഴവും തേങ്ങയൊക്കെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടുകയും വേണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ശേഷം ഇതുപോലെ ഒന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലെ പഴമൊക്കെ ഒന്ന് ഈ തവി വെച്ചൊന്നങ്ങ് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ പഴവും അവിലും തേങ്ങയും ശർക്കരയൊക്കെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കൈ തൊടാൻ പാകത്തിനുള്ളൊരു ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ മിക്സ് എടുത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ എല്ലാം അതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പോളം കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ മാവിന് ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മാവ് നല്ലൊരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു അപ്പക്കാര കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ചെറിയൊരു ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പഴംപൊരിക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ ഒരു മാവുണ്ടല്ലോ, ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മാവും വേണ്ടത്. വെള്ളം ഒരുപാട് കൂടി പോകണ്ടെന്നാൽ അധികം മാവ് തിക്കായി പോവും വേണ്ട. മാവ് ഇതാപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ബോൾസ് ഉണ്ടല്ലോ, അത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉടനെ തന്നെ നമുക്കിതിൽ ബോൾസ് മുക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓയിൽ ഇതാപ്പോൾ നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ ബോൾസും മാവിലേക്ക് മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വന്ന് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രപ്പഴം സുഗീന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നേന്ത്രപ്പഴവും അവിലും തേങ്ങയും ശർക്കരയൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.